2026 മോർഗേജ് ഇൻട്രസ്റ്റ് റേറ്റ്സിന് എന്ത് സംഭവിക്കും? കട്ട് ഉണ്ടാവുമോ, ഹൈക്ക് ഉണ്ടാവുമോ, അതല്ല ഒരു ലോങ് ടേം ഹോൾഡ് ആയിരിക്കുമോ? ബോറോവേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് നിങ്ങളെപ്പോലെ 2026 വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഒരുപാട് ലോൺ വീടുകൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളവരുടെ ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണത്. ബാങ്കുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിഗ്നൽസ് തരുന്നു, മീഡിയാസിലൂടെ നിങ്ങൾ വളരെ പാനിക് ആയിട്ടുള്ള കുറേ ന്യൂസുകളും കാര്യങ്ങളും വായിക്കുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് ഭയങ്കര എക്സ്ട്രീമായിട്ട് കാര്യങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ റിയൽ ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾക്ക് ഓൾറെഡി $1 million ലോൺ ഓൾറെഡി ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ എങ്ങനെ ബാധിക്കും? നിങ്ങളുടെ മന്ത്ലി EMIസിനെ എങ്ങനെ അത് അഫക്റ്റ് ചെയ്യും? 2026 വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനിങ്, ഫിനാൻഷ്യൽ പ്ലാനിങ് നിങ്ങൾ എങ്ങനെ ചെയ്യണം ടു അക്കോമഡേറ്റ് ദ പ്രെഡിക്റ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ് മൂവ്മെൻറ്റ്സ് ഇൻ 2026. I'm Rakesh, founder of Coastline Assets Buyers Agency. I'm an ex-KPMG, ex-ANZ, and I have managed more than $1 billion portfolio doing strategic buying for these companies. I am a licensed buyers agent and I'm also a property advisor for investors. And my mission through this YouTube channel is to give you enough clarity and information so that you can make very informed decisions into property investments. Let's get started. 2026 മോർഗേജ് ഇൻട്രസ്റ്റ് റേറ്റ്സിൻ്റെ ഞങ്ങളുടെ പ്രഡിക്ഷൻ ഈസ് ദർ വിൽ നോട്ട് ബി എ ഡെഫിനറ്റ് ഷാർപ്പ് കട്ട് ടു ദ ഇൻട്രസ്റ്റ് റേറ്റ്. ദർ വിൽ ഓൾസോ നോട്ട് ബി ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഹൈക്കും ഈ വർഷം നിങ്ങൾ കാണാനിടയില്ല. നമ്പർ 3, ലൈക്ലി ഇത് ഹോൾഡ് ആയിരിക്കും ഫോർ ദ ലാർജർ ഡ്യൂറേഷൻ ഓഫ് ദ ടൈം, ബട്ട് ദർ വിൽ ബി സം മൈനർ അപ്വേർഡ് ഹൈക്സ്. വളരെ മൈനർ ആയിട്ടുള്ള ഒരു അപ്വേർഡ് ഹൈക്ക് നിങ്ങൾക്ക് ഈ 2026 പ്രതീക്ഷിക്കാം. ആൻഡ് നിങ്ങൾ ഈ വർഷം നിങ്ങൾ ചെയ്യേണ്ടത്, you do not have to fear. All you need to do is you need to prepare for what's going to happen this year. So let's get into the top 5 points and why we predict this interest rates movements in 2026. Point number 1. എന്താണ് RBIയുടെ mindset? What is RBI predicting this year? Early this year, RBI Governor Michelle Bullock, she has clearly said she didn't see rate cuts on the horizon for the foreseeable future and noted an extended hold or a rate rise were the options the board would be tossed up. അതായത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ RBI ഗവർണർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വലിയൊരു റേറ്റ് കട്ട്സ് ഇവിടെ സംഭവിക്കാൻ സാധ്യതയില്ല, പക്ഷേ ബി പ്രിപ്പയർഡ് ഫോർ സം ഇൻക്രീസസ് ദിസ് ഇയർ, റൈറ്റ്? ദർ കുഡ് ഓൾസോ ബി എ പ്രൊലോങ്ഡ് ഹോൾഡ്. പോയിന്റ് നമ്പർ 2, ദ ക്യാഷ് റേറ്റ് എക്സ്പെക്ടേഷൻസ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2025 നമ്മൾ വി സോ അറ്റ്ലീസ്റ്റ് 3 റേറ്റ് കട്ട്സ് ഹാപ്പനിങ് ഇൻ 2025 അല്ലേ? ഇന്ന് റേറ്റ് കട്ട്സ് അല്ലെങ്കിൽ ക്യാഷ് റേറ്റ് ഇരിക്കുന്നത് 3.6%. Of the experts in this area, like Bloomberg has clearly predicted, if you look at this article, they have predicted a 35% chances of hike in the next RBI meeting. That's going to happen February il sambhavikkan pogunnathu. And they are also predicting more than 93% of chances for a 0.25% increase towards the mid of the year, towards July, August ഒക്കെ ആവുമ്പോഴേക്കും. ബാങ്കുകൾ അവരുടേതായിട്ടുള്ള ഡിഫറെൻറ്റ് പ്രഡിക്ഷൻസ് ആണ് എല്ലാ ടോപ്പ് 4 ബാങ്കുകൾ നമുക്ക് തരുന്നത്. നാബിൻ്റെ പ്രഡിക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നാബ് പറയുന്നത് 0.25% ഹൈക്ക് ഫെബ്രുവരിയിലും മെയ്യിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നും, CBI പറയുന്നത് 1 ഹൈക്ക് ഇൻ ഫെബ്രുവരി ഉണ്ടാവുമെന്നും, ANZ and Westpac, they are seeing more of ഒരു ഹോൾഡ് ആയിരിക്കും ഇയറിൻ്റെ തുടക്കത്തിൽ നിന്നും ടുവേർഡ്സ് ദ മിഡ് ഓഫ് ദി ഇയർ ആകാൻ നേരത്ത് ഒരു ഹൈക്ക് ഉണ്ടാകുമെന്നാണ് ഇവർ പ്രഡിക്റ്റ് ചെയ്യുന്നത്. സോ ദ ഡിഫറെൻറ്റ് ബാങ്ക്സ് ആർ ഗിവിംഗ് അസ് ഡിഫറെൻറ്റ് സിഗ്നൽസ്. പോയിന്റ് നമ്പർ 3, RBIയുടെ മോണിറ്ററി പോളിസി ബോർഡ്സ് 2026 8 തവണയാണ് മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ദ ഫസ്റ്റ് നെക്സ്റ്റ് മീറ്റിംഗ് ദിസ് ഇയർ ഇസ് ഗോണ ഹാപ്പൻ ഓൺ February 3rd. 2:30 PM സിഡ്നി ടൈമിലാണ് ഈ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അടുത്ത 8 മീറ്റിങ്ങുകൾ ഫെബ്രുവരി മുതൽ ഡിസംബർ വരെ 8 ഡിഫറെൻറ്റ് മീറ്റിങ്ങുകൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി വാച്ച് ഔട്ട് ഫോർ വാട്ട്സ് ഗോണ കം ഔട്ട് ഫ്രം ദീസ് മീറ്റിംഗ്സ്. ആൻഡ് ഈ ഓരോ ഡിസിഷൻസും ദിസ് വിൽ ഇമ്പാക്ട് ബാങ്കുകൾ എങ്ങനെ ആ ഒരു ക്യാഷ് റേറ്റ് മൂവ്മെൻറ്റ്സിനെ ഈ ലോണുകളിലോട്ട് അവർ പാസ് ചെയ്യുന്നുള്ള ഡിസിഷൻസ് ബാങ്കുകൾ അതിനെ ഫോളോ ചെയ്തിട്ടാണ് ബാങ്കുകൾ എടുക്കുന്നത്. പോയിന്റ് നമ്പർ 4, RBI is clearly watching the inflation. RBI ഏറ്റവും കൂടുതൽ മോണിറ്റർ ചെയ്യുന്നത് the CPI, the consumer price inflationനെയാണ് ഇവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ എന്താണ് ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ? അല്ലെ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കൺസ്യൂം ചെയ്യപ്പെടുന്ന പല പല ഗുഡ്സുകളുടെ ആനുവൽ റേറ്റ് ഇൻക്രീസ്. ഇറ്റ് കുഡ് ഈവൻ ബി housing is just one thing. It could even be fuel, electricity, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഗ്രോസറീസ്, ദ റീറ്റെയിൽ മെറ്റീരിയൽസ്, എവറി സിംഗിൾ ഹൗസ് ഹോൾഡ് കൺസ്യൂമർ ഗുഡ്സ്, അതിൻ്റെ ആനുവൽ ഇൻക്രീസസിനെ RBI വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൗ ഇഫ് യു ലുക്ക് ഇൻ ടു ദ ഗ്രാഫ് യു വിൽ സീ, ഇതിനകത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്. 2-3% ആണ് RBIയുടെ ടാർഗറ്റ് റേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 2023 ഇൻഫ്ലേഷൻ CPI എന്ന് പറയുന്നത് വളരെ ഔട്ട് ഓഫ് കൺട്രോൾ, മോർ ദാൻ 7% മേലോട്ട് കയറിപ്പോയി. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ഇൻട്രസ്റ്റ് റേറ്റ് അവർ വളരെ കൂട്ടിയത്. 2024 മിഡൊക്കെ ആയപ്പോഴേക്കും അത് ഓൾമോസ്റ്റ് ഒരു കൺട്രോൾഡ് ആയി എന്ന് അവർക്ക് തോന്നിയ സമയത്ത് ദേ സ്റ്റാർട്ടഡ് റിലാക്സിങ് ദ ഇൻട്രസ്റ്റ് റേറ്റ്സ്. 2-3 തവണ അവർ ഇൻട്രസ്റ്റ് റേറ്റ്സ് കട്ട് ചെയ്യപ്പെട്ടു. ഇന്നത്തെ CPI എന്ന് പറയുന്നത് 3.3%-ലാണ് കിടക്കുന്നത്, വിച്ച് ഈസ് ദ ട്രിംഡ് CPI. ആ ബാക്കിയുള്ള ഔട്ട്ലയേഴ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള ട്രിംഡ് ആയിട്ടുള്ള CPI 3.3%-ലാണ് ഇന്ന് കിടക്കുന്നത്. അത് നമ്മുടെ ടാർഗറ്റിനേക്കാൾ മേലെയാണ്. പക്ഷേ കഴിഞ്ഞ റീസെൻറ്റ് ട്രെൻഡ്സ്, കഴിഞ്ഞ ഒരു മാസത്തെ ഡിസംബറിലെ ലേറ്റസ്റ്റ് ന്യൂസസ് ഷോ ദാറ്റ് അത് പിന്നെയും താഴോട്ട് ഒരു ഡൗൺവേർഡ് കർവ് കാണിക്കുന്നുണ്ട് എന്നുള്ള പോസിറ്റീവ് സിഗ്നൽ തന്നെയാണ് ഇൻഫ്ലേഷൻസ് കാണിക്കുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, RBIയുടെ ടാർഗറ്റ് റേറ്റിൻ്റെ മേലെ തന്നെയാണ് ഇൻഫ്ലേഷൻസ് കിടക്കുന്നത്. അപ്പോൾ അത് താഴോട്ട് കൊണ്ടുവരാനുള്ള മെഷർമെൻറ്റ് തന്നെയായിരിക്കും RBI ഈ വർഷം എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു സ്റ്റീപ്പായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നിങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കേണ്ട സാധ്യതകളേ ഇല്ല. Now let's get into the last point number 5. ഇൻഫ്ലേഷനെ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഫാക്ടറാണ് ദ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. ഈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആണ് ഓസ്ട്രേലിയയിലെ ലേബർ മാർക്കറ്റ് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളതും അതിലെ ഒരു എക്കണോമിക്സ്, നമ്മുടെ ഓസ്ട്രേലിയയിലെ എക്കണോമി എങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് കാണിക്കുന്ന വൺ ഓഫ് ദ ഇൻഡിക്കേറ്റർ. അപ്പോൾ നിങ്ങൾ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് 2023 ആയപ്പോഴേക്കും നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്സ് ഒക്കെ വളരെ വളരെ താഴെ 3.5%-ന് താഴോട്ട് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവർ ദ ലാസ്റ്റ് 2-3 ഇയേഴ്സ് ഈ 3.5%-ൽ നിന്ന് ഇത് പതുക്കെ ഗ്രോ ആയി ഒരു 4.3%-ലാണ് ഇന്നത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ 5 ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നമ്പർ 1, എന്താണ് RBI ഗവർണർ എന്താണ് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത്. നമ്പർ 2, ക്യാഷ് റേറ്റിൻ്റെ മൂവ്മെൻറ്റ് കഴിഞ്ഞ വർഷം 2025 എങ്ങനെയായിരുന്നു, ഡിഫറെൻറ്റ് ബാങ്കുകൾ എന്താണ് ഈ വർഷം പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സംസാരിച്ചു. നമ്പർ 3 നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ RBI ദ മോണിറ്ററി പോളിസി ബോർഡ് ഈ വർഷം എപ്പോഴൊക്കെ മീറ്റ് ചെയ്യും, എന്നൊക്കെയാണ് ഈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചു. ആൻഡ് ദ 4th ആൻഡ് ദ 5th, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, CPI എന്ന് പറയുന്ന വൺ ഓഫ് ദ മേജർ പാരാമീറ്റർ, അത് എന്താണ് ഇന്ന് എന്നുള്ളതും എങ്ങനെയാണ് ഈ വർഷം നമ്മൾ മുന്നോട്ട് നോക്കി കാണുന്നത് എന്നുള്ളതും RBIയുടെ ആ ഒരു CPI-നോട്ടുള്ള വൺ ഓഫ് ദ ഫോക്കസ് അത് എത്രത്തോളം ഉണ്ടെന്നും നമ്മൾ സംസാരിച്ചു. And lastly, we also talked about the unemployment rate. Unemployment rates Australia, they are getting improved, but over the last few years we have been seeing unemployment rate കൂടുന്നതായിട്ട് തന്നെയാണ് ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്നുള്ളത്. Now ഇതിൽ നിന്നൊക്കെ നിങ്ങൾ ആസ് എ ബയർ what you need to be worried about, if you look into the graph you will see ഒരു $600 to $1 million ലോൺ കയ്യിൽ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 0.25%-ൻ്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങളുടെ ബഡ്ജറ്റിലോട്ട്, ഒരു മന്ത്ലി റീപേയ്മെൻറ്റിലോട്ട് ഓൾമോസ്റ്റ് ഒരു $90 ആണ് ആഡ് ചെയ്യുന്നത് ഫോർ എ 600,000 ലോൺ ബാലൻസ്. അതൊരു 1 million ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മന്ത്ലി ബഡ്ജറ്റ്സിനെ ഓൾമോസ്റ്റ് $150 ആണ് അത് ഇമ്പാക്റ്റ് ചെയ്യപ്പെടുന്നുള്ളത്. അത് നിങ്ങളുടെ മന്ത്ലി റീപേയ്മെൻറ്റ്സ് നോക്കാൻ നേരത്തെ ഒരു $600,000 നിങ്ങൾക്ക് ഏകദേശം ഒരു $3,700 ആണ് നിങ്ങളുടെ മന്ത്ലി റീപേയ്മെൻറ്റ്സ് ആയിട്ട് മാറ്റി വെക്കേണ്ടത്. $1 million ആണെന്നുണ്ടെങ്കിൽ അബൌട്ട് $6,300 ആണ് നിങ്ങൾ മാറ്റി വെക്കേണ്ടത്. ദിസ് ഈസ് അഗെയിൻ ബേസ്ഡ് ഓൺ ആൻ അസംഷൻ. ഒരു 5.5% എന്നുള്ള ഒരു ആവറേജ് ഇൻട്രസ്റ്റ് റേറ്റ്സിനെ ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു അസ്യൂംഡ് നമ്പറാണത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ആഡഡ് സം വാല്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെ എങ്ങനെ നോക്കിക്കാണാൻ പറ്റി എന്ന് നമ്മൾ വിചാരിക്കുന്നു.
ഡെഫിനറ്റ്ലി സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ 2026 വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷെയർ ഇറ്റ് വിത്ത് ദം. പ്ലീസ് ഡു സപ്പോർട്ട്. So signing off, and we'll see you in the next video. Thank you.